ഇറാനെക്കുറിച്ച് ഒരു മുൻവിധിയും കയ്യിൽ വെക്കരുത്. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരു ഇറാനുണ്ട്. ശത്രുക്കളുടെ ഏതു വലിയ നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള വലിയ ആയുധശേഖരം ഇറാന്റെ പക്കൽ ഇപ്പോഴും സുരക്ഷിതമാണ്. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ റൈസ തലൈനിക്ക് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിൽ സമാധാനം വേണമെങ്കിൽ അവിടെ ഇറാന്റെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയും ഇസ്രയേലും ശക്തികളും എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ചുവടുറപ്പിച്ച് തന്നെ മുന്നോട്ട് എന്ന ഇറാനിയൻ ജനറലിന്റെ വാക്കുകൾ ഇറാന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കുകയാണ്. തീർന്നില്ല, ഇറാന്റെ കൈവശമുള്ള അതിശക്തമായ മിസൈലുകളിൽ ഭൂരിഭാഗവും ഇതുവരെ ഒരു യുദ്ധവേളയിൽ പുറത്തെടുത്തിട്ടില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതായത് ശത്രുക്കളുടെ ഏതു വലിയ നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള വലിയ ആയുധ ശേഖരം ഇറാന്റെ പക്കൽ സുരക്ഷിതമായി ഇരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. അധിനിവേശ പ്രദേശങ്ങളുടെ വ്യോമപാതയിൽ തങ്ങളുടെ സായുധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നും അത് വെടിനിർത്തലിന് ശേഷവും തുടരുകയാണെന്നും അദ്ദേഹം പറയുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള പൂർണ്ണ ആധിപത്യം ഈ വാക്കുകളിലൂടെ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ റസ്ന തലൈനിക് നടത്തിയ പ്രസ്താവനകൾ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് കേവലം ഒരു ജലപാതയല്ല, മറിച്ച് ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശത്രു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശക്തമായ ലിവറേജായി രാജ്യം ഇതിനെ ഉപയോഗിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏപ്രിൽ 25-ന് ഒരു സൈനിക സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് ഇറാന്റെ പ്രതിനിധിയായി അദ്ദേഹം ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ സായുധ സേനയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾക്കും കരുത്തുറ്റ മാനേജ്മെന്റിനും കീഴിലാണ് ഇന്ന് ഹോർമൂസ് കടലിടുക്ക് എന്ന് ജനറൽ അവകാശപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും വിഘാതം നിൽക്കുന്ന ശക്തികളെ നേരിടാൻ ഈ തന്ത്രപ്രധാന പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ ഇറാൻ വിശ്വസിക്കുന്നു. ഒമാൻ ഉൾക്കടലിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ച ശത്രു സൈന്യങ്ങൾ ഇറാനിയൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിക്ക് മുന്നിൽ ആവർത്തിച്ച് പിൻവാങ്ങേണ്ടി വന്നതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് ഇറാന്റെ സൈനിക വീര്യത്തിന്റെ തെളിവായാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ഇറാനിയൻ ജനതയുടെ ഐക്യം, രാജ്യസ്നേഹം, ഈ രണ്ട് ഘടകങ്ങളാണ് സൈന്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ബലേ ക്യാമ്പയിനിൽ 30 ദശലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തത് ലോകത്തിന് തന്നെ അത്ഭുതമായി. രാജ്യത്തിനുള്ളിൽ അസ്ഥിരതയും കുഴപ്പങ്ങളും സൃഷ്ടിക്കാൻ ബാഹ്യശക്തികളുടെ ശ്രമമുണ്ട്. പക്ഷേ ഇറാനിയൻ ജനതയുടെ ജാഗ്രതയും സുരക്ഷാ സേനയുടെ കഠിനാധ്വാനവും ആ പദ്ധതികളൊക്കെ തകർത്തെറിഞ്ഞു. ഇന്ന് രാജ്യം മുമ്പെന്നത്തെക്കാളും സുരക്ഷിതവും സമാധാനപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഖ്ബാഫും ഇതേ നിലപാട് തന്നെയാണ് പങ്കുവച്ചത്. അമേരിക്കയും ഇസ്രയേലും സമാധാന കരാറുകൾ ലംഘിക്കുന്നു, ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദികളാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയുടെ നാവിക ഉപരോധങ്ങൾക്കെതിരെയും ഇസ്രയേലിന്റെ യുദ്ധത്തോടുള്ള ആർത്തിക്കെതിരെയും ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നാണ് രാജ്യത്തിന്റെ നിലപാട്. സൈനിക ഭീഷണികൾ കൊണ്ടോ ഉപരോധങ്ങൾ കൊണ്ടോ തങ്ങളുടെ ലക്ഷ്യങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ നടപടികൾ തങ്ങളുടെ കടലിൽ ആർക്കും കടന്നു കയറാൻ അനുവാദമില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ച 2 ചരക്ക് കപ്പലുകൾ ഇറാനിയൻ സൈന്യം തടഞ്ഞു നിർത്തി തീരത്തെത്തിച്ചത് വലിയ വാർത്തയായിരുന്നു. ഗ്രീക്ക് നിയന്ത്രണത്തിലുള്ള എപ്പാമിനോണ്ടാസ് എന്ന കപ്പലിനെതിരെയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിരുന്നു. സ്വന്തം ജലപാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ കാണിക്കുന്ന കൃത്യതയാണ് ഇത്തരം നടപടികളിലൂടെ പുറത്തുവരുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ ആരംഭിച്ച സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമാണ് ഇറാൻ ഇത്തരത്തിൽ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. അമേരിക്കൻ സേന ഒരു ഇറാനിയൻ ചരക്ക് കപ്പലിനെതിരെ വെടിയുതിർക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ ഓയിൽ ടാങ്കറിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണിത്. അമേരിക്കയുടെ ഈ പ്രകോപനപരമായ നടപടികൾക്ക് തക്കതമായ മറുപടി നൽകാൻ ഇറാൻ ബാധ്യസ്ഥരാണ് എന്ന് ജനറൽ സൂചിപ്പിച്ചു. തങ്ങളുടെ വിഭവങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന ഇറാന്റെ മുന്നറിയിപ്പ് അവർ ഒന്നുകൂടി കടുപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.